الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء فاتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله وإياي بتقوى الله സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിതത്തിലുടനീളം തഖ്വയോടുകൂടി നിലകൊള്ളണമേ എന്ന് സ്വന്തത്തോടുകൂടി പോലെ വസിയത്ത് ചെയ്യുകയാണ്. അർഹമർ റഹ്മാനായ നാഥൻ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം അവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങളിൽ വലിയ അനുഗ്രഹമാണ് നമുക്ക് അവനെ ഇബാദത്ത് ചെയ്യുന്ന, അവനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന മുഅ്മിനായി ജീവിക്കാൻ കഴിയുന്നു എന്നുള്ളത്. അത് ആർക്കും അങ്ങനെ എളുപ്പത്തിൽ ലഭിക്കുന്ന ഒരു സംഗതിയല്ല. ലോകത്തെ ഏറ്റവും മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ടവർക്ക് അത് കിട്ടിയിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ 40-ൽ ചില്ലാനം വർഷം പോറ്റി വളർത്തിയ സംരക്ഷിച്ച അബൂ താലിബിന് കിട്ടാത്ത ഭാഗ്യമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഖലീലുല്ലാഹ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട അള്ളാഹുവിന്റെ കൂട്ടുകാരൻ എന്ന് വാഴ്ത്തപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാമിന് അദ്ദേഹത്തിന്റെ പിതാവിന് വാപ്പയ്ക്ക് കിട്ടാത്ത അനുഗ്രഹമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ ഒരുപാട് അമ്പിയാക്കന്മാരുടെ ഭാര്യമാർക്ക്, മക്കൾക്ക്, കുടുംബങ്ങൾക്ക് ഒന്നും കിട്ടാത്ത വളരെ അമൂല്യമായ ഒരു അനുഗ്രഹമാണ് ഹിദായത്ത് ലഭിക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഹിദായത്തിനായി ജീവിച്ചുകൊണ്ട്
മരിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ ഹിദായത്ത് ലഭിച്ച ആളുകൾ നമ്മുടെ പ്രത്യേകത അള്ളാഹുവിന്റെ വേദഗ്രന്ഥം അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് എന്നുള്ളതാണ്. ജീവിതത്തിന്റെ നിഖില മേഖലകളിലും അള്ളാഹുവിന്റെ കിതാബ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഇത് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചെങ്കിൽ മാത്രമേ ഈ ഹിദായത്തിന്റെ മഹത്വം നമുക്കും നമ്മുടെ കുടുംബത്തിനും നാം ജീവിക്കുന്ന സമൂഹത്തിനും മനസ്സിലാവുകയുള്ളൂ. സമൂഹത്തിൽ നിന്ന് യാതൊരു വ്യത്യാസവുമില്ലാതെ എല്ലാ തിന്മകളും പേറി കേവലം ഒരു നമസ്കാരമോ അല്ലെങ്കിൽ നാമമാത്രമായ ഇബാദത്തുകളെ കൊണ്ട് മാത്രം ഞങ്ങൾ മുഅ്മിനാണെന്ന് അവകാശപ്പെട്ടാൽ അതൊരിക്കലും നമുക്കോ ഇഹത്തിലും പരത്തിലും ഉപകരിക്കുകയില്ല. നമ്മെ കണ്ടുകൊണ്ട് മറ്റുള്ളവർക്ക് മുസ്ലിം ആയതിന്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കാൻ അറിയുകയും കഴിയുകയുമില്ല. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആ ഹിദായത്തിന്റെ വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തികളുണ്ടാവും. നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ പറയുകയുണ്ടായി, ഒരു മുഅ്മിനിന് ഏറ്റവും ഉണ്ടാവേണ്ട ഉത്തമമായ ഗുണങ്ങൾ അതിലൊന്നാണ് സ്വബ്ർ എന്ന്. ക്ഷമ. അത് മുഅ്മിനുകൾക്ക് മാത്രം കിട്ടുന്ന ഒരു ഗുണമാണ്. മുഅ്മിനുകൾക്ക് മാത്രമേ ക്ഷമ പാലിക്കാൻ കഴിയുകയുള്ളൂ. മുഅ്മിനല്ലാത്തവർക്ക് ഒരു പരിധി കഴിഞ്ഞാൽ അവർ ആ ക്ഷമ ഉപേക്ഷിക്കും. എന്നാൽ ഒരു മുഅ്മിന് മരണം വരെയും ആ ക്ഷമ ഉപേക്ഷിക്കുകയില്ല എന്നുള്ളതാണ്. അത് മുൻഗാമികളായ സലഫുകളുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഒന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും താബിഈങ്ങളുടെയും എല്ലാം ജീവിതത്തിൽ മരണം വരെയും പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നവരാണവർ. അവർ അവസാനം വരെയും ക്ഷമിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ക്ഷമ എന്നുള്ളത് അള്ളാഹു നൽകേണ്ട ഒരു അനുഗ്രഹമാണ്. അതാണ് സൂറത്തുൽ ബഖറയിൽ അള്ളാഹ് നമ്മളോട് ആവശ്യപ്പെട്ടത്, വസ്തഈനു, നിങ്ങൾ അള്ളാഹുവിനോട് സഹായം ചോദിക്കൂ, ബിസ്വബ്രി വസ്വലാ, ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും. ക്ഷമയും നമസ്കാരവും നിലനിൽക്കാൻ, അത് നിങ്ങൾക്ക് ലഭിക്കാൻ അള്ളാഹുവിനോട് സഹായം ചോദിക്കുക എന്ന് അള്ളാഹു പ്രത്യേകം പറയുകയാണ്. വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ, അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്കല്ലാതെ ഉള്ള ആളുകൾക്ക് അത് വലിയൊരു ഭാരമായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ അടുത്ത് തെറ്റുകൾ ഉണ്ടാകുമ്പോൾ മാത്രമല്ല നാം ക്ഷമിക്കേണ്ടത്. ഒരു യഥാർത്ഥ ക്ഷമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, നിന്റെ അടുക്കൽ പ്രതികരിക്കാനുള്ള ശക്തിയുണ്ട്, നീതിയും നിന്റെ അടുക്കലാണ്, എന്നിരിക്കെ നിന്നോട് അന്യായം പ്രവർത്തിച്ചവരോട് ക്ഷമിക്കുക. അതാണ് ക്ഷമ. നിനക്ക് തിരിച്ചു ചെയ്യാൻ, തിരിച്ചു പറയാൻ, പ്രവർത്തിക്കാനുള്ള ശക്തിയും കഴിവും സാഹചര്യവും ഒക്കെ ഉണ്ടായിരിക്കെ, നീതിയും സത്യവും നിന്റെ ഭാഗത്തായിരിക്കെ മറുഭാഗത്തോട് ക്ഷമിക്കാൻ കഴിയുക എന്നുള്ളതാണ് യഥാർത്ഥമായ ക്ഷമ എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ആളുകൾക്ക് ക്ഷമ നഷ്ടപ്പെടുന്ന ചില സംഗതികൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ക്ഷമ നഷ്ടപ്പെടുന്നതിന്റെ അടയാളങ്ങള് ഒന്ന് ധൃതി കാണിക്കലാണ്. അത് നമ്മൾ കഴിഞ്ഞ വിഷയത്തിൽ പറഞ്ഞു. രണ്ടാമതായി ക്ഷമ നഷ്ടപ്പെട്ടതിന്റെ ലക്ഷണമാണ് ദേഷ്യപ്പെടുക എന്നുള്ളത്. ദേഷ്യം അത് ഒതുക്കുന്നവനാണ് ഏറ്റവും വലിയ ശക്തൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. ഗോദയിൽ മല്ലയുദ്ധത്തിൽ ജയിക്കുന്നവരല്ല, മറിച്ച് ദേഷ്യം വരുമ്പോൾ തന്റെ നഫ്സിനെ ഒതുക്കി നിർത്താൻ കഴിയുന്നവരാണ് യഥാർത്ഥ വിശ്വാസി, അവനാണ് യഥാർത്ഥ ശക്തൻ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അത് അധികം ആളുകൾക്കും കൈവിട്ടു പോകുന്ന ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ മനുഷ്യന് ക്ഷമ നഷ്ടപ്പെട്ടു പോകാനുള്ള ചില സന്ദർഭമാണ് സങ്കടങ്ങൾ ഉണ്ടാവുക എന്നതാണ്. സഹിക്കാനാവാത്ത സങ്കടങ്ങൾ ഉണ്ടാവുക. തന്നോട് കഠിനമായ അനീതി ആരെങ്കിലും പ്രവർത്തിക്കുക, അല്ലെങ്കിൽ തന്റെ സമ്പത്ത് തനിക്ക് സഹിക്കാൻ കഴിയുന്നതിനപ്പുറത്ത് നഷ്ടപ്പെടുക,
അതുമല്ലെങ്കിൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ തന്നെ ഉപേക്ഷിക്കുകയോ അതുപോലെ തന്നെ വിട്ടുപോവുകയോ ചെയ്യുക എന്ന്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇസ്ലാമിനെതിരെ ചില സ്ത്രീകളെ ചാനലൊക്കെ തുടങ്ങിയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അവരുടെയൊക്കെ പാസ്റ്റ് നമ്മൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഒന്നുകിൽ ഭർത്താവ് അവരെ ഉപേക്ഷിച്ചു പോയി, അല്ലെങ്കിൽ ഭർത്താവ് അവരുടെ അനീതി കാണിച്ചു. ഇങ്ങനെയുള്ള കേസുകളാണ് അധികവും. അപ്പോ എല്ലാ പുരുഷന്മാരുള്ളവർക്ക് ദേഷ്യമാണ്, അപ്പൊ ഇസ്ലാമിനുള്ളവർക്ക് ദേഷ്യമാണ്. ഇങ്ങനെ സങ്കടങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകുമ്പോ അതിനാകുന്ന ആളുകൾ. അതേപോലെ തന്നെ പ്രശസ്തമായ ഒരു എഴുത്തുകാരൻ ഈ ഇടയ്ക്ക് അഭിമുഖത്തിൽ പറഞ്ഞത്, എന്റെ വാപ്പ എന്നെ ചെറുപ്പത്തിൽ വല്ലാതെ അടിക്കുമായിരുന്നു നിസ്കരിക്കാത്തതിന്റെ ആ ദേഷ്യം കൊണ്ടാണ് ഞാൻ ഇസ്ലാമിനെ ഉപേക്ഷിച്ചത്, ആ വെറുപ്പ് കൊണ്ടാണ് ഞാൻ ഇസ്ലാമിനെ ഉപേക്ഷിച്ചത്. അതിനുശേഷം അയാൾക്ക് ഒരുപാട് പ്രായമായി, ഒരുപാട് കാര്യങ്ങൾക്ക് പഠിക്കാൻ കഴിഞ്ഞു. പക്ഷേ അയാൾക്ക് ഹിദായത്തിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും നിരീശ്വരവാദിയായിട്ട് മുസ്ലിം നാമധായത്തിൽ അദ്ദേഹം ജീവിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഉള്ള ചില സംഘടനകളെ കൊണ്ടോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ കൊണ്ടോ ആളുകൾക്ക് ഇൽമില്ല എങ്കിൽ, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പഠിക്കുകയും അതുമായി ബന്ധപ്പെടുകയും ചെയ്യുന്നില്ല എങ്കിൽ, അള്ളാഹുവിന്റെ വിധിയിൽ വിശ്വാസമില്ലാത്ത ആളുകളും അതുപോലെ തന്നെ അതിനെക്കുറിച്ച് ബോധമില്ലാത്ത ആളുകളുമെല്ലാം അവർക്ക് സങ്കടം അധികമായി കഴിഞ്ഞാൽ അവരുടെ ക്ഷമ നഷ്ടപ്പെടുകയും ഇസ്ലാമിൽ നിന്ന് തന്നെ അവർ പുറത്തു പോകാൻ കാരണമാവുകയും ചെയ്യും. അത് ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും, അല്ലെ? അപ്പോൾ ഒന്നുകിൽ അവർ ദീന് വിട്ടു പോകും, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ അവർ മതത്തെ കുറിച്ച് അനാവശ്യമായി കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുകയും അതുപോലെ അതിനെ പ്രതികൂലമായി പ്രതികരിക്കുകയും ഒക്കെ ചെയ്യും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വസ്ബിർ വമാ സബ്റുക ഇല്ലാ ബില്ലാഹ്, വസ്ബിർ, നീ ക്ഷമ പാലിക്കുക, വമാ സബ്റുക ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ടല്ലാതെ നിനക്കതിന് കഴിയുകയില്ല. വലാ തഹ്സൻ അലൈഹിം വലാ തകു ഫീ ദൈഖിൻ മിമ്മാ യംകുറൂൻ. അതുകൊണ്ട് തന്നെ നീ ചെയ്യേണ്ടതില്ല, നീ ദുഃഖിക്കേണ്ടതില്ല. നിന്റെ ശത്രുക്കൾ നിന്നോട് വളരെ മോശമായി പെരുമാറുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുഭവിച്ച നമ്മൾ പറഞ്ഞില്ലേ, റസൂൽ അനുഭവിച്ച പോലെ പ്രയാസം നമ്മൾ ആരും അനുഭവിച്ചിട്ടില്ല, ഒരു സമൂഹം അനുഭവിച്ചിട്ടില്ല. പുറത്തേക്ക് ഇറങ്ങിയാൽ മുഖത്ത് കാറി തുപ്പുക എങ്ങനെ ഉണ്ടാവും? നമ്മുടെയൊക്കെ മുഖത്ത് തുപ്പി എന്തായിരിക്കും അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. തലയിലൂടെ വീട്ടിൽ നിന്ന് അടിച്ചുകൂരിയ കച്ചറകളും കുപ്പകളും തലയിലൂടെ പൊട്ടിക്കൊടുക്കുക. നടക്കുന്ന വഴിയിൽ കുഴികൾ, ചതിക്കുഴികൾ കുഴിച്ച് അതിൽ മുള്ളും കല്ലും ഇട്ട് മൂടി അതിൽ വീഴ്ത്തുക. അതുപോലെ താടി രോമങ്ങൾ പിടിച്ച് പറിക്കുക. ഒരു ജീവനുള്ള മനുഷ്യനെ താടിയുടെ പിടിച്ച് പറിച്ച് എങ്ങനെ ഉണ്ടാവും? നമസ്കരിക്കുന്ന സമയത്ത് മൃഗങ്ങളുടെ ചീഞ്ഞളിഞ്ഞ കുടൽമാലകൾ കൊണ്ടുപോയി തലയിൽ കൊട്ടുക. ഇങ്ങനെ പ്രവാചകന്റെ ശാരീരികമായിട്ട് ഒരുപാട് ഒട്ടനവധി പ്രയാസങ്ങൾ വരുത്തി. റസൂൽ എവിടെയൊക്കെ പോയി സംസാരിക്കുന്നു അവിടെയൊക്കെ ചെന്നിട്ട് പറയുമ്പോൾ കള്ളനാണ് കേട്ടോ, ഇവര് വിശ്വസിക്കരുത് കേട്ടോ, ഭ്രാന്തനാണ് എന്നെല്ലാം പറഞ്ഞ് റസൂലുള്ളാഹിക്ക് എതിരായിട്ട് പ്രസംഗിക്കുക. ഇങ്ങനെ എല്ലാ പ്രയാസവും ഉണ്ടായി സ്വഹാബത്തിനെ കൊന്നുകളയുക, അവരുടെ കൃഷികൾ നശിപ്പിക്കുക, അവരുടെ മൃഗങ്ങളെ കൊല ചെയ്യുക. ഇങ്ങനെയെല്ലാം ഉണ്ടാകും. അല്ലാഹു പറയുന്നത്, വലാ തഹ്സൻ അലൈഹിം, അവരുടെ മേൽ നിനക്ക് ഒരു സങ്കടം വേണ്ട നബിയെ, സങ്കടപ്പെടേണ്ട അവരുടെ പ്രവർത്തികൾ കണ്ടുകൊണ്ട്. വലാ തഖു ഫീ ദൈഖിൻ മിമ്മാ യംകുറൂൻ, അവരുടെ തന്ത്രങ്ങളും പദ്ധതികളും കണ്ടുകൊണ്ട് നീ നിരാശനാവുകയും വേണ്ട. അള്ളാഹുവിന്റെ വിജയം നിനക്കുണ്ട്, നീ ക്ഷമിക്കുക, ക്ഷമ പാലിക്കുക. ക്ഷമയുടെ പര്യായം എന്താണ് എന്ന ലോകത്തിന് കാണിച്ചു കൊടുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിതത്തിലൂടെ. അതുകൊണ്ട് കാരണം റസൂൽ ജീവിക്കുന്നത് ഒരു ബഹുസ്വര സമൂഹത്തിലാണ്. അവിടെ അഹ്ലു കിതാബുകാരുണ്ട്, മുശ്രിക്കുകളുണ്ട്, കാഫിറുകളുണ്ട്, എല്ലാ മനുഷ്യന്മാരുണ്ട്.
അതുകൊണ്ട് തന്നെ ആ സമൂഹത്തിനോട് അങ്ങേയറ്റത്തെ വിട്ടുവീഴ്ചയും ഗുണകാംക്ഷയുമാണ് വേണ്ടതെന്ന് 13 വർഷം മക്കയിൽ താമസിച്ച എല്ലാ പീഡനങ്ങളും പ്രയാസങ്ങളും സഹിച്ച് അവരെ ഉപദേശിച്ചുകൊണ്ട് റസൂൽ നമ്മൾ കാണിച്ചു തരികയാണ്. എന്നാൽ മദീനയിലേക്ക് പോയപ്പോൾ അവിടെ ഇസ്ലാമികമായ രാജ്യം വന്നപ്പോൾ പ്രതിഷേധിക്കാനും പ്രതികരിക്കാനുമുള്ള അവകാശം അള്ളാഹു കൊടുക്കുകയാണ്. ഒരു രാജ്യമായി, ഒരു ഭരണാധികാരിയായി, ഒരു സമൂഹമായതിനു ശേഷം മാത്രമാണ് അക്രമങ്ങൾക്കെതിരെ ഡിഫെൻഡ് ചെയ്യാൻ, പ്രതികരിക്കാൻ അള്ളാഹു അനുവാദം കൊടുക്കുന്നത്, അള്ളാഹുവിന്റെ പ്രവാചകർ അനുവാദം കൊടുക്കുന്നത്. അത് നമുക്ക് വലിയൊരു പാടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തുള്ള ഇസ്ലാമിന്റെ പേരിൽ നടക്കുന്ന മിലിറ്റന്റ് ഗ്രൂപ്പുകളോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ പ്രവാചക സുന്നത്തിലല്ല, ഇതുകൊണ്ടൊന്നും നേടാൻ കഴിയില്ല. അടിക്കടി, കൊലയ്ക്ക് കൊല, പല്ലിന് പല്ല്, രക്തത്തിന് രക്തം, ഇതുകൊണ്ടൊന്നും നേടാൻ കഴിയില്ല. നമ്മൾ ജീവിക്കുന്ന മക്ക കാലഘട്ടത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച ആ മക്കി കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ പുറത്തെടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ആയുധം എന്ന് പറഞ്ഞ ദഅവത്താണ്. ആളുകളോട് എന്താണ് ഇസ്ലാം എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക, അതാണ് നമ്മുടെ ജോലി, അതാണ് നമ്മുടെ ജിഹാദ്. ആ മാർഗത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമ്മൾ ക്ഷമിക്കുക, സഹിക്കുക. അതിലാണ് നമുക്ക് വിജയമുള്ളത്. അതിലൂടെ മാത്രമേ വിജയിക്കാൻ കഴിയൂ. ഇൽമു, അമല്, ദഅവത്ത്, ഈ 3 എണ്ണമാകണം നമ്മുടെ മുദ്രാവാക്യം. അറിവ് പഠിക്കുക, അമൽ ചെയ്യുക, അതിലേക്ക് ആളുകളെ ക്ഷണിക്കുക, ആളുകൾക്ക് അത് പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ട് ക്ഷമ ആ രംഗത്ത് വേണം. നമ്മളൊരു മുസ്ലിം സമൂഹമായിട്ട് ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ ഇത് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ജീവിച്ച മണ്ണാണ്. നമ്മൾ എവിടെന്നെങ്കിലും വന്ന ആളുകളൊന്നുമല്ല. പക്ഷേ ഇവിടെ നമ്മെ പാർശ്വവൽക്കരിക്കുമ്പോ, നമ്മെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പണിയെടുക്കുമ്പോ എന്താ അങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് അതിന് പകരം തീവ്രമായ നിലപാട് സ്വീകരിക്കുകയില്ല. മുസ്ലിങ്ങൾ എന്താണ്, ഇസ്ലാം എന്താണ്, നമ്മുടെ ജീവിതത്തിലൂടെയും ദഅവത്തിലൂടെയും നാം ജീവിക്കുന്ന സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിഞ്ഞാൽ, അബൂബക്കർ റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് പോകുമ്പോ വന്ന് തടുത്തില്ലേ, നാട്ടുകാരെ പോകല്ല അബൂബക്കറെ, നിങ്ങൾ ഈ നാടിന് ആവശ്യമാണ് എന്ന്. അതുപോലെ നമ്മെ സ്നേഹിക്കാൻ, നമ്മെ സ്വീകരിക്കാൻ, നമ്മെ പ്രൊട്ടക്ട് ചെയ്യാൻ അള്ളാഹു നമുക്ക് സഹായികളെ തരും. അതുകൊണ്ട് ഒരുപാട് ചർച്ചകൾ സോഷ്യൽ മീഡിയയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. SIRന്റെ പേരിലും മറ്റിന്റെ പേരിലും മുസ്ലിങ്ങളോട് പേടിപ്പെടുത്തിയിട്ട്, എന്താ വല്ലാതെ ഭയപ്പെടുത്തിയിട്ട് മുസ്ലിങ്ങളെ അങ്ങനെ അങ്ങോട്ട് വിഴുങ്ങിക്കളയും, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ അങ്ങനെ ഉണ്ടായിപ്പോന്ന് അറിഞ്ഞുകൊണ്ട് ഒരുപാട് പേടിപ്പിക്കലുകൾ നടക്കണം. ഒന്നും സംഭവിക്കില്ല. നമ്മൾ ചെയ്യേണ്ട ദൗത്യം നമ്മൾ ചെയ്താൽ മതി. നമ്മൾ മുസ്ലിമായി ജീവിക്കുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനകളെ കൊണ്ട് ലോകത്ത് അത്ഭുതം സൃഷ്ടിച്ച മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മില്ലത്തിലാണ് നമ്മളുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഹ്സാബ് യുദ്ധം കേട്ടിട്ടില്ലേ നിങ്ങൾ? സൂറത്ത് തന്നെ ഉണ്ട്, സൂറത്തുൽ അഹ്സാബ്. എന്താ അഹ്സാബിൽ പറയുന്നത്? ആ അഹ്സാബിന്റെ പേര് വരാൻ കാരണം ഖന്തഖ് യുദ്ധത്തിനെ കുറിച്ച് പരാമർശിക്കുന്നത് കൊണ്ടാണ്. മദീന എന്ന് പറഞ്ഞ ഒരു കൊച്ചു ഗ്രാമമാണ് ഇസ്ലാമിക രാജ്യം എന്നുള്ളത്. ആ രാജ്യത്തെ ഇല്ലാതാക്കാൻ യഹൂദ ക്രൈസ്തവ മുശ്രിക്കുകളുടെ ബെൽറ്റുകൾ 1,00,000-ലധികം സൈന്യങ്ങൾ മദീനയുടെ ചുറ്റും വളഞ്ഞു. മദീനയിലുള്ളത് കുറച്ച് ആയിരക്കണക്കിന്, ഒരു 3000-ഓ 4000 മുസ്ലിങ്ങൾ മാത്രം. അവിടെ ഉണ്ടായിരുന്ന യഹൂദികളുണ്ട്. നോക്കണം, പ്രത്യേകം മനസ്സിലാക്കണം, അവിടെ യഹൂദികളുണ്ട്. ഇസ്ലാമിക രാജ്യത്തിൽ, പ്രവാചകന്റെ രാജ്യത്തിൽ യഹൂദികളുണ്ട്. ആ യഹൂദികൾക്ക് അവരുടെ പറഞ്ഞു, നിങ്ങളുടെ മതമനുസരിച്ച് നിങ്ങൾക്ക് ജീവിക്കാം, നിങ്ങൾ ഇസ്ലാമിനെ എതിർക്കാനും നശിപ്പിക്കാനും ശ്രമിക്കാതിരുന്നാൽ നിങ്ങളുടെ സുരക്ഷിതരാണ് എന്ന്. അത് വേറെ രാജ്യത്ത് നിന്ന് വന്നവിടെ താമസമാക്കിയവരാ യഹൂദികൾ, ആ നാട്ടുകാരായിരുന്നില്ല. എന്നിട്ടും അവരവിടെ നിന്ന് പുറത്താക്കിയിട്ടില്ല, അവരെ സംരക്ഷിച്ചു. പക്ഷെ യഹൂദികൾ എപ്പോഴും ചതിയന്മാരാണ്. അവര് പുറത്തു നിൽക്കുന്ന സൈന്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു, ഞങ്ങൾ മുസ്ലിങ്ങൾക്കെതിരാണ്. അപ്പോ അകത്തും ശത്രു, പുറത്തും ശത്രു. ആ അവസരം ആലോചിച്ച് നോക്കി നമ്മൾ. ആ ഒരു രംഗം റസൂൽ എങ്ങനെയാണത് അത് തരണം ചെയ്തതെന്ന്. എന്നിട്ട് അതെന്താ ഉണ്ടായത്? അവർ ഒന്നിച്ചുകൊണ്ട് ഇരമ്പി വന്നാൽ ഒന്നുമില്ല. ആകെ 3000-4000 മുസ്ലിങ്ങൾ അവിടെ ഉള്ളത്, 1,00,000-ലധികം സൈന്യങ്ങളാണ് പുറത്തു നിൽക്കുന്നത്. അള്ളാഹു എന്താ ചെയ്തത്?
സൂറത്ത് അഹ്സാബിന്റെ വിശദീകരണം അത് മുഴുവൻ പറയാൻ ഖുതുബയിൽ സമയം ഉണ്ടാവില്ല. നിങ്ങൾ വീട്ടിൽ പോയിട്ട് അമാനി മൗലവിന്റെ ഖുർആൻ പരിഭാഷ ഉണ്ട്, ഇല്ലാത്തവരത് വാങ്ങുക. അതിൽ വിശദമായിട്ട് ആ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധം പോലും നടക്കാതെ അവിടുന്ന് ഓടിച്ചു കളഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭയപ്പെടുത്തി, ഭയപ്പെടുത്തി. കൊടുങ്കാറ്റും പൊടിക്കാറ്റും വന്നുകൊണ്ട് അവരുടെ ടെന്റുകൾ പറന്നുപോയി. അവരുടെ ഇടയിൽ നിന്ന് തന്നെ ഒരു നേതാവ് ഇസ്ലാമായി വന്നു. റസൂലുള്ളാഹി പറഞ്ഞു, റസൂലുള്ളാഹി ഇസ്ലാമാണ് ശരി, ഞാൻ മനസ്സിലാക്കി, ഞാൻ എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ മതി. റസൂലുള്ളാഹിയാകുന്ന യുദ്ധതന്ത്രജ്ഞൻ പറഞ്ഞു, അവർക്കിടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി വിടുക. അയാൾ പോയി അവർക്കിടയിൽ പരസ്പരം സംസാരിച്ചുകൊണ്ട് അവർക്കിടയിൽ ഇസ്ലാമിനെ കുറിച്ചും റസൂലിനെ കുറിച്ചൊരു ഭയം ഏർപ്പെടുത്തി അവരുടെ ഇടയിലുള്ള ഒരു ഐക്യം ഒന്നില്ലാതാക്കി. ശത്രുക്കളിൽ നിന്ന് ഒരു മിത്രത്തെ അള്ളാഹ് കൊണ്ടുവന്ന് കൊടുക്കുക. അന്ന് വരെ പരിചയമില്ലാത്ത ഒരു മനുഷ്യൻ റസൂലിനോട് വന്ന് പറയണം, ഞാൻ ഇന്ന ഗ്രൂപ്പിന്റെ നേതാവാണ് റസൂലെ, ഞാൻ മുസ്ലിമായി, ഞാൻ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ ശത്രുവിനെ മിത്രമാക്കി അള്ളാഹു ആ ലക്ഷക്കണക്കിന്റെ സൈന്യങ്ങൾ അവിടെ ഓടിച്ചു കളഞ്ഞു. ഇതൊന്നും കഥയല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ജീവിതത്തിൽ നടന്ന പച്ചയായ സംഭവമാണ് അഹ്സാബ് യുദ്ധം, ഖന്തഖ് യുദ്ധം. അപ്പോൾ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചാൽ, പ്രവാചക ജീവിതത്തെ കുറിച്ച് പഠിച്ചാൽ നമുക്ക് മനസമാധാനം ഉണ്ടാവും. അത് പഠിക്കാത്തത് കൊണ്ടാണ് ആരെങ്കിലും പറഞ്ഞു ഇങ്ങനെ പേടിയാവുന്നത്. അങ്ങനാവും ഇങ്ങനാവും അല്ലേ? നിങ്ങളെ പേടിപ്പിച്ചുകൊണ്ട് ഞങ്ങളുണ്ട് നിങ്ങൾക്കെന്ന് പറഞ്ഞ് പിച്ചാത്തിയും ഗുണ്ടും എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാരുടെ പിന്നാലെ പോയാൽ നാശമല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല. മറിച്ച് ഇത്തരം സന്ദർഭങ്ങളിൽ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സലഫുകളും സ്വീകരിച്ച നിലപാടാണെന്ന് മനസ്സിലാക്കുകയും ആ രൂപത്തിൽ ക്ഷമയോടെ, പ്രാർത്ഥനയോടെ, തഖ്വയോടെ മുന്നോട്ട് പോയാൽ എതിരാളി തഖ്വയോടുകൂടി നിലകൊള്ളുന്നുവോ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അവർക്ക് പുറത്തേക്കുള്ള വഴി അല്ലാഹു തുറന്നു കൊടുക്കും. പക്ഷെ മനുഷ്യന്റെ കുഴപ്പത്തറിയോ? നമ്മുടെ ഈ ചെറിയ ബുദ്ധി കൊണ്ട് അടക്കുകയാണ് അള്ളാഹുവിനെ, അള്ളാഹുവിന്റെ കഴിവിനെ, അള്ളാഹിന്റെ തന്ത്രത്തെ, അള്ളാഹിന്റെ പ്രവർത്തനങ്ങളെ ഈ ചെറിയ ബുദ്ധി കൊണ്ട് അതൊന്നും നടക്കില്ല എന്ന് നമ്മൾ തന്നെ അങ്ങോട്ട് വിധി എഴുതുക. അങ്ങനെ പാടില്ല. അപ്പോഴാണ് നിരാശ വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. എല്ലാം മാറ്റിമറിക്കാൻ, എല്ലാം പുതിയതായി ഉണ്ടാക്കാൻ, ഉള്ളതില്ലാതെയാക്കാൻ, എല്ലാം എല്ലാത്തിലും കഴിവുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ അല്ലാഹുവിന്റെ അടിയാറുകളാണ് നമ്മൾ. നമ്മളെ ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചിട്ടുള്ളത് അല്ലാഹുവാണ്. ഇവിടെ നിന്ന് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല. അതുകൊണ്ട് റബ്ബിൽ നമ്മൾ തവക്കുൽ ചെയ്താൽ എന്ന് വെച്ച് ആരും എസ്ഐആർ ഫോം പൂരിപ്പിക്കാതിരിക്കരുത് കേട്ടോ. അത് നമ്മൾ ചെയ്യണം, നമ്മൾ പണി നമ്മൾ ചെയ്യണം. കൃത്യമായി തെറ്റില്ലാതെ കാര്യങ്ങൾ അത് ചെയ്യുകയും അതേപോലെ തന്നെ അത് ഓൺലൈനിൽ നോക്കി എന്റെ പേര് അതിൽ വന്നിട്ടുണ്ടോ എന്ന് ഇപ്പൊ തന്നെ അറിയാൻ പലരും പറഞ്ഞു. അത് അറിയുന്നുണ്ടെന്നാണ്, ആരൊക്കെ പേരുണ്ടെന്ന് പറയാൻ കഴിയുന്നതാണ് കൊടുത്തവർക്കൊക്കെ. അതൊക്കെ നോക്കുകയും ഇല്ലെങ്കിലും അതിന്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യണം. നമ്മുടെ പ്രവൃത്തികളൊക്കെ നമ്മൾ ചെയ്യണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് വീട്ടിൽ നിന്നിട്ടല്ല, അവര് യുദ്ധത്തിന് പോയതും പോരാടിയതും കച്ചവടത്തിന് പോയതും എല്ലാം നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അള്ളാഹു പറഞ്ഞെങ്ങനെയാ? പക്ഷികൾക്ക് തരുന്നത് പോലെ തരുന്ന പറഞ്ഞത്. പക്ഷികൾ എങ്ങനെ ചെയ്യാ? രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവർ പറന്നു പോകും. പൊട്ടിയ വയറുമായി തിരിച്ചു വരുമ്പോ നിറഞ്ഞ വയറുമായി തിരിച്ചു വരും. ആ പക്ഷികൾ തേടി പോവുക. ഇതേപോലെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ തീർച്ചയായും ബാക്കി എല്ലാം അള്ളാഹുവിലേക്ക് തവക്കുൽ ചെയ്യണം. നിങ്ങളൊരു കാര്യം തീരുമാനിച്ചാൽ അള്ളാഹു നിങ്ങൾ തവക്കുൽ ചെയ്യുക, അവൻ ഏറ്റെടുത്തുകൊള്ളും. കാര്യങ്ങളുടെ സുരക്ഷിതത്വം അള്ളാഹുവിന്റെ കയ്യിലാണ്. അതുകൊണ്ട് ഭയപ്പെടണ്ട, ഒരു ഭയത്തിന്റെയും ആവശ്യമില്ല. നമ്മളെ റബ്ബ് അല്ലാഹല്ലേ, മാലിക്കുൽ മുൽക്ക് അല്ലാഹുവല്ലേ. നമ്മൾ പറയുന്നില്ലേ ജനങ്ങളുടെ രക്ഷാധികാരിയോട്, ജനങ്ങളുടെ രാജാവിനോട്, ജനങ്ങളുടെ ആരാധനയോട് ഞാൻ സഹായം തരുന്നു. അള്ളാഹ് പഠിപ്പിക്കുന്നില്ലേ? അള്ളയാണ് നമ്മുടെ രാജാവ്, അള്ളയാണ് നമ്മുടെ രക്ഷകൻ. അതുകൊണ്ട് ഭയത്തിന്റെ ആവശ്യമില്ല. അപ്പൊ ക്ഷമ കിട്ടും. ആ ക്ഷമയോടുകൂടി പോവാതിരുന്നാൽ കുട്ടികളുടെ പഠനം ഇല്ലാതാവും, ബിസിനസ്സുകാരെ ബിസിനസ് ഇല്ലാതെയാവും, അതുപോലെ മക്കളുടെ വിവാഹം ഇല്ലാവും.
നിരാശയും ഭയം വന്ന ആകെ ഭാവി ഇല്ലാതെ. ഒരു നിരാശ വേണ്ട, ഭയം വേണ്ട, ക്ഷമയോടെ മുന്നോട്ട് പോവുക. അതേപോലെ നിരാശ ബാധിക്കാൻ പാടില്ല. ചില ആളുകളുണ്ട്, എന്താ അപ്പൊ കുറെ ആയി ദ്വാ ചെയ്യുന്നത്, എത്ര പ്രാർത്ഥിച്ച് എന്ത് ചെയ്തിട്ട് ഒരു ഫലമില്ല. അങ്ങനെ നിരാശയാവുന്ന സമയത്ത് എന്ത് ചെയ്യും? അവര് വിശ്വാസം വിട്ടുകൊണ്ട് നമസ്കാരമില്ല, ഇബാദത്തുമില്ല, ദീനുമില്ല, ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നിട്ട് വല്ല സമാധാനം ഉണ്ടാവും? കൂടുതൽ ടെൻഷനും പ്രയാസമാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് അഞ്ചു നേരവും നമസ്കാരം കഴിഞ്ഞാൽ നമ്മളോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു അല്ലാഹുവിന്റെ റസൂൽ. അല്ലാഹുവേ, നീ തടഞ്ഞു തരാൻ ആർക്കും നീ തന്നതിനെ തടയാൻ ഒരാളെ കൊണ്ടും കഴിയുകയില്ല. നീ തടഞ്ഞു വെച്ച ഒരു സംഗതി തരാൻ ആരെ കൊണ്ടും കഴിയുകയില്ല. ഒരു പണക്കാരന്റെയും അധികാരിയുടെയും ഒരു പ്രമാണിയുടെയും ഒരു പ്രമാണത്തിലും നിന്റെ ചെലവാകുകയില്ല. എന്തൊരു സമാധാനം നൽകുന്ന ദിക്റാണ് അല്ലേ? ഏത് ഭരണാധികാരിയാവട്ടെ, ഏത് യജമാനാവട്ടെ, ഏത് കോർപ്പറേറ്റ് ആവട്ടെ, ആരായിരുന്നാലും അത് അള്ളാഹുവിന്റെ അടുക്കൽ നടക്കൂല. അള്ളാഹു അതൊന്നും നോക്കിയിട്ടല്ല പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ 5 നേരം ഈ ദിക്ർ മനസ്സിന്റെ അർത്ഥമെന്ന് ചൊല്ലി നോക്കിക്കേ, ധൈര്യം തന്നെ ഉണ്ടാവും, സമാധാനം ഉണ്ടാവും. അതുകൊണ്ട് നിരാശ പാടില്ല. അള്ളാഹുവിന്റെ റസൂലുള്ളാഹി പറഞ്ഞു, മനുഷ്യ, നിനക്ക് തരാതിരുന്നതൊന്നും നിനക്ക് തരാനുള്ളതല്ല, എന്നാൽ നിനക്ക് തന്നതൊന്നും നിനക്കല്ലാതെ മറ്റൊരാൾക്കുമുള്ള കൊടുക്കാനുള്ളതുമല്ല. നമുക്ക് തരാതെ നമുക്ക് തന്നെ കിട്ടും, നമുക്ക് കിട്ടാത്തതൊന്നും നമുക്ക് കിട്ടാനുള്ളതല്ല. ആ ഒരു ചിന്ത എത്ര അർത്ഥവത്തായ വാക്കാണത്. നിനക്ക് കിട്ടാത്തൊരു കാര്യത്തിൽ നീ അസൂയപ്പെട്ടാൽ നിനക്ക് കിട്ടാനുള്ളതല്ല. നിനക്ക് കിട്ടുന്നതോ അതൊന്നും വാഴാൻ കൊടുക്കില്ല, നിനക്ക് തന്നെ കിട്ടും. അതുകൊണ്ട് നീ വല്ലാതെ എന്ത് ചെയ്യണ്ട, പൊറുതികേട് കാണിക്കണ്ടാണ്. അള്ളാഹു പറഞ്ഞില്ല, നിങ്ങൾ വ്യാകുലപ്പെടണ്ട, നിങ്ങൾ ദുഃഖിക്കുകയും വേണ്ട. നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ, മുഅ്മിനാണെങ്കിൽ നിങ്ങളാണ് ഏറ്റവും ഉന്നതന്മാർ, ഏറ്റവും ഉയർന്നവർ. അല്ലാഹു പറഞ്ഞെന്താ? നിങ്ങള് സങ്കടപ്പെടണ്ട, നിങ്ങൾ ദുഃഖിക്കണ്ട, നിങ്ങളാണ് ഉന്നതന്മാർ. എന്ത് വേണം? നിങ്ങൾ മുഅ്മിനീങ്ങളാവണമെന്നാണ്. ഈമാൻ കൈമോശം വന്നു പോകരുത്. ഏത് സന്ദർഭത്തിലും ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതി എന്ന ഒരു നിലപാട് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളാണ് ഏറ്റവും ഉന്നതന്മാരെന്ന് അള്ളാഹു കൊണ്ട് പറയുകയാണ്. അത് നമ്മിൽ നിന്ന് പോയാൽ, അള്ളാഹുവിനെ വിട്ടുകൊണ്ട് അള്ളാഹുവിന്റെ അടിയാളുകളെ നിങ്ങളുടെ രക്ഷാധികാരികളായി, നിങ്ങളുടെ സഹായികളായി സ്വീകരിച്ചാൽ ജീവിതത്തിൽ ഭയവും ടെൻഷനും മാത്രമേ ഉണ്ടാവൂ. എന്നാൽ അള്ളാഹുവിനെ രക്ഷാധികാരിയെ സ്വീകരിക്കുന്നവർക്ക്, മുഅ്മിനുകൾക്ക് യാതൊരു ടെൻഷനും ഭയത്തിന്റെയും ആവശ്യമില്ലായത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ യഥാർത്ഥമായി മനസ്സിലാക്കി അവർ തവക്കുൽ ചെയ്ത് ഇബാദത്ത് ചെയ്യുന്നതിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് كثيرا طيبا مباركا فيه يحب ربنا خير الله وصلى الله وسلم على نبينا محمد وآله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ യഥാർത്ഥ രൂപത്തിൽ ഭയപ്പെട്ടുകൊണ്ട് പരിപൂർണ മുസ്ലിമായി മാത്രം ഈ ലോകത്തിൽ നിന്ന് വിടകൊള്ളണേ എന്ന് സ്വന്തത്തോടുന്നതുപോലെ വീണ്ടും വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ തുണയ്ക്കുമാറാകട്ടെ. നമ്മൾ പറഞ്ഞു വന്നത്, ക്ഷമ ജീവിതത്തിൽ എല്ലാ സന്ദർഭത്തിലും നമുക്കുണ്ടാവണം. പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരീക്ഷണങ്ങളും വരുമ്പോൾ ക്ഷമിക്കാനും അള്ളാഹുവിൽ തവക്കുൽ ചെയ്യാനും കഴിയണം. എങ്കിലേ ഈമാന് കൊണ്ടും നമ്മുടെ ഇസ്ലാം കൊണ്ടും പ്രയോജനമുള്ളൂ.
അല്ലാത്ത ആളുകൾക്ക് വെറും ചടങ്ങുകളായി മാത്രം. ഒരാൾക്ക് നമസ്കരിച്ചിട്ട് സമാധാനം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അയാളുടെ ഇബാദത്ത് വേസ്റ്റാണ്. നമസ്കരിച്ച സമാധാനം കിട്ടും. നമസ്കരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിളിക്കുന്ന എന്താ? പള്ളിയില് ഹയ്യ അലൽ സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്, നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ, അല്ലെ? അവ നിസ്കരിച്ചാൽ വിജയം കിട്ടുന്നതാണ്. നിസ്കരിച്ചിട്ട് നമുക്ക് സമാധാനം വിജയമൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ നിസ്കാരത്തിന് കുഴപ്പമുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ഈമാനും നമ്മുടെ ഇസ്ലാമിനും ശരിയായിട്ടില്ല എന്നാണ്. അതുകൊണ്ട് അള്ളാന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്നുള്ള ബോധത്തോടു കൂടി അള്ളാഹുവിനോടാണ് ഞാൻ സംസാരിക്കുന്നത് ചിന്തയോടെ ഓരോ വാക്കുകളും പറഞ്ഞാൽ, ആ വാക്കുകൾ അർത്ഥം പഠിച്ച് മനസ്സിലാക്കി പറഞ്ഞാൽ, നിസ്കാരം കഴിഞ്ഞാൽ മനസ്സിന് പെയ്തൊഴിഞ്ഞ കാർമേഘം പോലെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരികയും മനസ്സിലെ ദുഃഖങ്ങളും പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരികയും ചെയ്യും. അതൊന്നും ഇല്ലാതെ വെറുതെ ഇങ്ങനെ വന്നൊരു ചടങ്ങായാൽ നിസ്കാരം കഴിഞ്ഞ ചില ആൾക്കാർക്ക് ഇല്ലാത്ത ടെൻഷൻ ഉണ്ടാവുക ചെയ്യും. നിസ്കാരം നിന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്. ഇബാദത്തിലല്ല ഉള്ളത്, ചിന്ത ഇങ്ങനെ പ്രശ്നങ്ങളും പ്രയാസങ്ങളോട് ഇങ്ങനെ പോയി നിസ്കാരം സലാം വെട്ടിക്കഴിഞ്ഞാല് ആ ആദ്യോടെ എനിക്ക് ഓടലാണ്. അപ്പൊ ഉള്ള സമാധാനം ഇല്ലാതായത്. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞു ഫവൈലുൽ മുസല്ലീൻ, നമസ്കാരക്കാർക്ക് മഹാനാശം. അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, നിസ്കാരം എന്താണ് എന്തിനാണെന്നൊന്നും അവർ എന്ത് ചെയ്യില്ല, മനസ്സിലാക്കുന്നില്ല, വെറുതെ ഒരു കവാത്തായിട്ട് ചെയ്യുന്നവരാണ് എന്നാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ക്ഷമയുള്ളവരായി മക്കൾക്ക് ക്ഷമ പറഞ്ഞു കൊടുക്കണം. എല്ലാ സന്ദർഭങ്ങളിലും മക്കൾക്ക് ദീനും ക്ഷമയും പറഞ്ഞു കൊടുക്കണം. ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ, ഇസ്ലാമിന്റെ ഓരോ കാര്യങ്ങളും എടുത്ത് വളച്ചൊടിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ മുസ്ലിം നാമധാരികൾ തന്നെ വളരെ മോശമാക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ അതിന്റെ കമന്റ് ബോക്സിൽ പോയി കുറെ തെറി പറഞ്ഞുകൊണ്ടൊന്നും ഒരു കാര്യമില്ല, കുറെ ചീത്ത പറഞ്ഞൊന്നും കാര്യമില്ല. അതിന്റെ കമന്റ് ബോക്സിൽ ശരിയായിട്ടുള്ള ഇസ്ലാം എഴുതി കൊടുക്കാനോ പറയാനോ കഴിഞ്ഞാൽ അത് അറിയണം. അതുകൊണ്ട് ഇസ്ലാമിനെ അറിഞ്ഞെങ്കിലേ ഇനി അന്തസ്സോടെ ജീവിക്കാൻ പറ്റും. അല്ലാത്തവർ മാനം കണ്ട് തലകുനിച്ച് നടക്കേണ്ടി വരും. കാരണം എന്താ? ഇസ്ലാമിനെ മറ്റുള്ളവർ മോശമാക്കുന്നു. അത് ശരിയാക്കാൻ നമുക്ക് കഴിയില്ലെങ്കിൽ നമ്മളത് അനുഭവിക്കേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിനെ യഥാർത്ഥമായി മനസ്സിലാക്കാനും ദീനിന്റെ ഇസ്സത്ത് ഉയർത്തുന്ന ജീവിതം നയിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ധാരാളം സഹോദരങ്ങള് പല വയസ്സിലും പ്രായത്തിലുമുള്ള സ്ത്രീകളും പുരുഷന്മാരുമായി ആളുകൾ രോഗത്തിലുള്ള ആളുകളുണ്ട്. അവരുടെ രോഗം എന്താണെന്നോ അതിനുള്ള പ്രതിവിധി എന്താണെന്നോ അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. അള്ളാഹുവെ, അവർക്ക് എന്താണോ ഖൈർ അത് നീ എളുപ്പമാക്കണമേ റഹ്മാനെ. അവർക്ക് യഥാർത്ഥമായ മരുന്നും ചികിത്സയും നൽകി അവർക്ക് പരിപൂർണ്ണ ശിഫയും സമാധാനവും നീ നൽകണമേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، ولا تشبه القنا بالنار فإنها بئس الدار وبئس المصير وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله وسلم على محمد وآله والحمد لله رب العالمين.